ഹായ് നമസ്കാരം. ലക്ഷ്മികാന്താണ്, എൽസൺ ബ്ലോഗ്സ് കൊച്ചി. മഴയൊക്കെ തകർത്ത് പെയ്യാണല്ലോ അല്ലേ എല്ലായിടത്തും, കർക്കിടകമാണല്ലോ. അപ്പോൾ ഇവിടെയും നൈസ് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, റിവർ, എൻ്റെ നദി റിവർ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ റിവർ എല്ലാവരും മേടിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സ്പെയർ പാർട്സുകൾ, അതായത് നമുക്ക് അഡീഷണൽ എന്ത് കയറ്റാം, അതായത് ഇത് കയറ്റുമ്പോൾ ഒരു കാരണവശാലും ഗ്യാരണ്ടിയെ ബാധിക്കാത്ത ഐറ്റംസ്, അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യം വരുന്നത് ഞാൻ ചെയ്തത്, അതായത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഒരു ഷോ, അതോടൊപ്പം തന്നെ ഒരു നമ്മുടെ സേഫ്റ്റിയും കൂടി. അപ്പോൾ ആദ്യം തന്നെ ഒരു കടപ്പാട് അറിയിക്കണം നമ്മുടെ പ്രതീക്ഷേട്ടനാണ്, നമ്മുടെ റിവർ ഗ്രൂപ്പിലെ പ്രതീക്ഷേട്ടൻ. ഓക്കെ പ്രതീക്ഷേട്ടാ, ഹായ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ ചെയ്തത് പ്രതീക്ഷേട്ടന് പറഞ്ഞത് പോലെ ഈ ഒരു സംഭവം വെച്ചായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടാനോ, കണ്ടോ, ഒരു സപ്പോർട്ട് കിട്ടും ലോങ് ജേർണിയൊക്കെ പോകുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ഫിംഗറിൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉള്ള സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഈ വെള്ളം കയറുന്ന പ്രശ്നം കാരണം ഒരു കൂളിംഗ് ആയിട്ടുള്ള, അതായത് ചെറിയൊരു കോൺട്രാസ്റ്റ്, ഇതിനുള്ള ഹെവി കോൺട്രാസ്റ്റ് ആണല്ലോ, അത് മുഖത്തടിക്കാത്ത രീതിയിലുള്ള കൂളിംഗ് ടൈപ്പ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കിടിലൻ സാധനം, ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷേണ്ട കോപ്പിയുടെ കേട്ടോ. ഇത് നമ്മൾ പിള്ളേരെ അതിലൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇവിടെ സ്ക്രാച്ചസ് വീഴാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അവിടെ ഞാനൊരു സംഭവം അവിടെ കയറ്റിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഫ്രണ്ട് ഈ ഗാർഡിൻ്റെ അടുത്തായിട്ട്, അതായത് നമ്മൾ ഈ പോകുമ്പോൾ സൈഡൊക്കെ എടുക്കുമ്പോൾ മുട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ സാധനമൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ പെയിന്റ് പോവുകയും അല്ലെങ്കിൽ തുരുമ്പിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഞാനൊരു വണ്ടിയുമ്പോൾ കണ്ടായിരുന്നു ഷോറൂമിൽ പോയപ്പോൾ. അപ്പോൾ ഈ ഒരു സംഭവം കയറ്റി. അപ്പോൾ ഇത് കയറ്റുമ്പോൾ ഗുണം എന്താ വെച്ചാൽ വളയുമ്പോഴും മുട്ടുമ്പോൾ ഒന്നും ഈ സാധനം നമ്മുടെ ഡാമേജ് ആവത്തില്ല. പിന്നെ മെയിനായിട്ട് ചെയ്തേക്കുന്ന വേറെ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ടയറിൻ്റെ സൈഡിലൊക്കെ, അത് ഓപ്ഷനിലാണ്, ഒരു ഷോ കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു, ഫ്ലൂറൻസൻസ് ആയിട്ടുള്ള എഴുതാവുന്നത്. രാത്രിയൊക്കെ നല്ല മുട്ട ഷോ ആയിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ. വണ്ടി കഴുകിയിട്ടില്ല, ക്ഷമിക്കണം, സൺഡേ ആണ്, ഉച്ചയായിട്ട് കഴുകാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് ഞാൻ ചെയ്ത വേറെ സംഭവം വെച്ചാൽ ബോക്സ് പിടിപ്പിച്ചു. ഈ നമ്പർ പ്ലേറ്റ് ബോക്സ് ഉണ്ടല്ലോ, അതായത് ഇത് നമ്മൾ വെള്ളമൊക്കെ അടിച്ച് കയറുമ്പോൾ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഈ ചളങ്ങാൻ സാധ്യത കൂടുതലാണ്. ഫ്രണ്ടിൽ വെള്ളം വരത്തില്ല, ബാക്കിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചളക്ക് വരാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അതും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നദിയുടെ സ്പെയർ പാർട്സുകൾ ഞാൻ കയറ്റിയിട്ടുള്ളത്, അത് റിവറിൻ്റെ. അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൺലൈൻ വഴി മേടിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഇതിൽ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പൊളിക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് L7 വ്ളോഗ്സ് ലക്ഷ്മി നിർത്തുകയാണ്.